ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അത് അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഫേസ് തുടുത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല തിളക്കം കിട്ടും, നല്ല നിറം വയ്ക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഇടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുമല്ലോ. എവിടുന്ന് ആര് പറഞ്ഞാലും നമ്മളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളും ഏത് ചെയ്തപ്പോഴാണ് കൂടുതൽ നന്നായതെന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത്തരം ഞാൻ ചെയ്ത ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും. ഞാനും വിചാരിച്ചിരുന്നു ഇതൊന്നും മാറില്ല, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കുള്ളൂ എന്നൊക്കെ ഞാനും ആദ്യം വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താം എന്നുള്ള കാര്യം എനിക്കും മനസ്സിലായത്. അപ്പോൾ നമ്മൾ മാറില്ല എന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെയാണ്. നമ്മളുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ഇതേപോലെ ഫേസ് പാക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് തന്നെ വരും. പിന്നെ ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യാതെ, അല്ലെങ്കിൽ അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കുന്നിടത്താണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ചിലവൊന്നുമില്ലാതെ ഇപ്പോൾ എല്ലാവർക്കും ക്യാഷ് കൊടുത്തിട്ട് ഇപ്പോൾ എന്നും ബ്യൂട്ടി പാർലർ പോകാനും അല്ലെങ്കിൽ ദിവസം അങ്ങനെ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഇപ്പോൾ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ നമുക്ക് ഒഴിവിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു 10 മിനിറ്റ് നമ്മൾ അത് മസാജ് ചെയ്തിട്ട് ഇരിക്കണം. ഏത് സംഭവം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും 10 മിനിറ്റ് അത് മസാജ് ചെയ്യണം. പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും ആ പാക്ക് നമ്മുടെ മുഖത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം. പിന്നീട് കഴുകി കളഞ്ഞ് തുടച്ച് എന്തെങ്കിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഈ നാച്ചുറലായിട്ട് ചെയ്യുന്ന സംഭവങ്ങളാവുമ്പോൾ നമുക്ക് ഇനി ഒരു ക്രീം അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് നാച്ചുറലായിട്ടുള്ളതാണ്, നമ്മുടെ സ്കിന്നിന് ഒരു ഡാമേജും വരുത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സ്കിൻ ടോണിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ ഞാൻ ഇനി തുടർച്ചയായിട്ട് കുറച്ച് വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം. കാരണം എല്ലാം കൂടി ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞാലൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം കുറേശ്ശെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പാക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. നന്നായി മസാജ് ചെയ്യണം നമ്മുടെ ഫേസ്. അപ്പോഴാണ് നമുക്ക് രക്തയോട്ടം വർദ്ധിക്കുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഫേസിന് ഗ്ലോ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന പാക്കും പിന്നെ നമ്മുടെ മസാജിങ്ങും കൂടി ആകുമ്പോൾ ശരിക്കും നമ്മുടെ മുഖത്തിനും നമ്മുടെ കൈകൾക്കാണെങ്കിലും കാലുകൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് ആ മാറ്റം ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓരോരോ വീഡിയോസായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാമല്ലോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് തൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ള സമയമാണല്ലോ. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ ചെറു പച്ചില കൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊന്നും അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമ്മൾ ഇനിയിപ്പോൾ പച്ചിലക്കൂട്ടൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒഴിവുള്ള സമയത്ത് പറിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ തേക്കുന്നതിന് കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വലിയ തണുപ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ എന്നും പറിച്ച് അരച്ചെടുക്കാനുള്ള കഷ്ടപ്പാടൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയായി പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആദ്യം എളുപ്പമുള്ള സംഭവങ്ങളും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് എന്തും മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമ്മുടെ ലുക്കിലും നമ്മുടെ നിറവും ഒക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് ഓരോ വീഡിയോസായിട്ട് ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്കതൊക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെയൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു സ്കിൻ ടോൺ ഉണ്ടാക്കിയെടുക്കാം, നല്ലൊരു ലുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസാണ് ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോഴല്ലേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും.
ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുമോ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. കാരണം ഇതൊക്കെ ബുദ്ധിമുട്ടില്ലാത്തതും ചിലവില്ലാത്തതും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയല്ലേ. ക്യാഷിന് ചിലവില്ല, പോകേണ്ട ബുദ്ധിമുട്ടില്ല, നമ്മുടെ സമയലാഭം ഒക്കെ നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇതിൽ കൂടെ പറയുന്നതും. കാരണം ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ, ചിലവില്ലാത്ത കാര്യങ്ങൾ, ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ചാനൽ കാണുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കും. കുറച്ച് നിറം കുറഞ്ഞിരിക്കുന്ന ആൾക്കാരും കുറച്ച് ലുക്ക് വേണമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഒന്ന് പരീക്ഷിക്കട്ടെ, അവർക്കൊക്കെ റിസൾട്ട് കിട്ടട്ടെ. അപ്പം എനിക്കിതുപോലെ വേറെ ഒരുപാട് പേര് പറഞ്ഞു തന്നതും അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശീൻ്റെ അടുത്തുനിന്ന് കിട്ടിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അറിവുകൾ തന്നെയല്ലേ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ പോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങി ഇതിലൂടെ പറയാൻ സാധിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ ശരിയാവും എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. പലരും പറഞ്ഞിട്ടുമുണ്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്നുള്ള കാര്യം. നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. ഇത് നമ്മളെടുക്കുന്നത് കാപ്പിപ്പൊടി, തേന്, കുറച്ച് തൈര്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ മുഖം നന്നായി കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാപ്പിപ്പൊടിയാണ്, അതിലേക്ക് തൈര് ആഡ് ചെയ്യാം. പിന്നെ തേന്, നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തിക്ക് പേസ്റ്റാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് നന്നായി മസാജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ. 10-15 ആവാം, നമ്മുടെ ടൈം അനുസരിച്ചൊക്കെ ചെയ്യാം. 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് വേണം. ഒരു അരമണിക്കൂറെങ്കിലും ഈ പാക്ക് നമ്മുടെ ഫേസിൽ കിടക്കും വേണം. അപ്പോഴാണ് നമുക്ക് ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യാതിരിക്കരുത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര ഹാർഡായിട്ടൊന്നും ചെയ്യരുത്. നമുക്ക് നമ്മുടെ സ്കിന്നിനൊരു സുഖം കിട്ടുന്ന തരത്തിൽ വേണം മസാജ് ചെയ്യാൻ. അല്ലാതെ വല്ലാതെ പിടിച്ചിട്ട് നമ്മൾ സ്കിന്നിനെ പിടിച്ച് ഒലയ്ക്കുന്ന മാതിരി ഒന്നും ചെയ്യരുത്. തൈര് വീട്ടിൽ തയ്യാറാക്കിയത് വേണമെന്നൊന്നുമില്ല, നമ്മൾ വാങ്ങുന്ന തൈരൊക്കെ മതി. പിന്നെ കാപ്പിപ്പൊടി ഏത് ബ്രാൻഡ് വേണമെന്നും അതുമില്ല, നമ്മുടെ വീട്ടിൽ ഏതാണോ അവൈലബിൾ വെച്ചാൽ അതെടുക്കുക. എല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് നന്നായിട്ട് തന്നെ മസാജ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മുടെ സ്കിന്നിനൊരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിക്കല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ സ്കിന്നിങ്ങനെ ഇളകണം കേട്ടോ, ആ രൂപത്തിൽ ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് വലിച്ച് ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ മേൽപോട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ സാഗിയായി പോകും, ഇങ്ങനെ തൂങ്ങിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കം വരും. അപ്പോൾ അത് ഉണ്ടാവരുത്. നമ്മൾ മേൽപോട്ട് തന്നെ നമ്മളിങ്ങനെ പൊന്തിച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കൂർത്ത് നിൽക്കുന്ന ഫേസിൻ്റെ താടിയൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മളിവിടെ നന്നായി പരത്തിയിട്ട് തന്നെ നമ്മൾ ഒഴിഞ്ഞെടുക്കും. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഇത് ഫേസിൽ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ വേണം. 10 മിനിറ്റ് മസാജ് ചെയ്യുക, അരമണിക്കൂർ ഫേസിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായി ഇവിടെ നമ്മൾ ചുണ്ടിൻ്റെ താഴേക്ക് നന്നായി ഉരച്ച് കൊടുക്കണം കേട്ടോ. ചിലർക്ക് കാണാമല്ലോ ഇവിടെ ചെറിയ ചെറിയ കുരു പോലെ, അങ്ങനെയൊക്കെ ചിലരുടെയൊക്കെ ഫേസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ നല്ല ഗ്ലോവിങ് ആയിട്ടുള്ള ഒരു സ്കിൻ തന്നെ വരും. പിന്നെ ചുണ്ടിൻ്റെ താഴെയുള്ള ഈ കറുപ്പൊക്കെ പോയി കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ നാച്ചുറൽ സാധനങ്ങളാണ്. നമുക്ക് ചുണ്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് വായിൽ പോയിച്ചിട്ടൊന്നും പ്രശ്നമില്ല. തേനാണ്, തൈരാണ്, കാപ്പിപ്പൊടിയാണ്. ഇതൊന്നും നമുക്ക് ഉള്ളിലേക്ക് പോയാലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അപ്പം നമ്മുടെ ചുണ്ടും ഒക്കെ നന്നായിട്ട് മസാജ് എടുക്കുക. ചുണ്ടിന്മേലൊക്കെ ചിലർക്ക് കറുത്തിട്ട് ഇങ്ങനെ തോലൊക്കെ തൂങ്ങി നിൽക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ നല്ലൊരു ചുണ്ടിനും അതിൻ്റെതായൊരു ഗ്ലോ വരും. അപ്പോൾ അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ കഴുകി വന്നിട്ട് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായി കഴുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ?
നല്ലൊരു തിളക്കം തന്നെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. നല്ല നിറം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടേക്കുള്ള കറുപ്പൊക്കെ നമുക്ക് നന്നായിട്ട് കളയാനൊക്കെ പറ്റും. ഇത്തരം പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമുണ്ട്. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ ആ മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഈ ടിപ്പുകളൊക്കെ, ഞാനിടുന്ന ടിപ്പുകളൊക്കെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു നിറമുള്ള ഒരു സ്കിൻ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല തിളക്കമുള്ള ഒരു സ്കിൻ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പരീക്ഷിച്ച് അറിഞ്ഞ് എനിക്ക് ഗുണം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.